നമ്മുടെ എല്ലാ ബുധനാഴ്ചയും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോർപ്പറേറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സാധാരണ ചെയ്യാറുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും മറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റ് തലവന്മാരും ചേരുന്ന ഒരു യോഗമാണ്. അതിലാണ് ഒരാഴ്ചത്തെ പ്രവർത്തനവും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനം, ഒരാഴ്ചത്തെ പ്രവർത്തനം വിലയിരുത്തുകയും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനത്തിന്റെ രൂപരേഖ തയ്യാറാക്കുകയും. ബുധനാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള സത്യപ്രതിജ്ഞയും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് അവസാന സമയത്ത് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വിഴിഞ്ഞം സോണിലെ ഹാർബർ വാർഡിൽ നിന്ന് കുറെ വനിതകൾ ഉൾപ്പെടുന്നവർ കോർപ്പറേഷൻ വന്നിട്ട് അവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതിയിൽ പെടുത്തി നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണതായിട്ടില്ല പരാതി പറഞ്ഞു. നേരത്തെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. ഒരു കോൺക്രീറ്റ് പീസ് പൊളിഞ്ഞു വീണിട്ട് ഒരു വനിതയുടെ, ഒരു വീട്ടമ്മയുടെ തലയിൽ പൊട്ടലുണ്ടായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഞാൻ മേയറാവുന്നതിന് മുമ്പിൽ ഈ കാര്യം അറിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളവിടെ സന്ദർശിച്ചു. അപ്പോൾ ആൾക്കാർ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഹാർബർ വാർഡിൽ നിന്നും ഈ ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് മഴ കൂടിയാകുമ്പോഴേക്കും വളരെ ദുരന്തമാണ്, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് നിരവധി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്രട്ടറിയോട് സംസാരിക്കും. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പം 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പൊന്നറ സ്കൂൾ നിർമ്മിച്ചതിൽ ഇത്തരത്തിൽ ചില പോരായ്മകളുണ്ട്. അത് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സ്റ്റഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ മൈലാഞ്ചിക്കല്ല്, മതിപ്പുറം, കട്ടച്ചാൽ, വലിയ പറമ്പ്, താഴെ വീട്ടുകളാണ് ഈ പ്രദേശങ്ങളിലാണ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഫ്ലാറ്റിനാണ് പോരായ്മയുള്ളത്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നും എന്തുകൊണ്ടാണ് ഈ നിർമ്മാണത്തിൽ അപാകതകൾ എന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് കത്ത് കൊടുക്കുവാൻ വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ച ഒരു കാര്യം. ഇനി ഇത് അവിടെ മേയർ അവിടെ സന്ദർശിച്ചതിൻ്റെ അതിനുശേഷം എന്ത് നടപടിയാണെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ നടപടി അവിടെ പോയി ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് ഈ നടപടി പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കത്ത് കൊടുക്കും. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കൗൺസിൽ യോഗത്തിൽ അറിയിക്കും. ഇക്കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇന്ന് പറയുന്ന നമുക്ക് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പല കെട്ടിടങ്ങളിലും ഒരുപാട് പോരായ്മകളുള്ളതായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നു. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടിട്ടുള്ള കടകളിൽ കച്ചവടക്കാർ പോകാൻ തയ്യാറാകുന്നില്ല, അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ മ്യൂസിയം ഭാഗത്ത് നേരിട്ടെത്തി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തി അവിടെയും പരിശോധനകളും ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ആ കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കിയുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ പല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം. ഇലക്ട്രിക് ബസ് പർച്ചേസിന്റെ കാര്യത്തിൽ, ആ ടെൻഡറിന്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കോർപ്പറേഷൻ
അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട പല രേഖകളും ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ ഇക്കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി, ടെൻഡർ നടപടികൾ, അതോടൊപ്പം തന്നെ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാൻ ആവശ്യപ്പെടും. അതിൽ ഫോറൻസിക് ഓഡിറ്റിന് ഇക്കാര്യങ്ങൾ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടണം. ഈ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട്. ഞാൻ ആദ്യം പറഞ്ഞ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫൈങ് മെക്കാനിസം, ഇത് മൂന്നുമാണ് ആവശ്യപ്പെടാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ഇതിനുള്ള ആവശ്യപ്പെടുന്നത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫൈങ് മെക്കാനിസം. അപ്പോൾ ഇതിൽ എവിടെയോ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എവിടെയോ ഒരു പോരായ്മ ഉള്ളത് കൊണ്ടാണ് 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴും. അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോഴേക്ക് ഉപയോഗിച്ച കമ്പി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പെടുത്തിട്ട് ആൾക്കാരുടെ തലയിലൊക്കെ കൂടെ വീഴാൻ. ഇപ്പോൾ തന്നെ കമ്പി നമ്മൾ പോയി താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പി നമുക്ക് നേരിട്ട് കാണാം. ചുരുങ്ങിയ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ അതിൻ്റെ എല്ലാ വസ്തുക്കളും പുറത്തു വരും. ഈ രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ സ്മാർട്ട് സിറ്റിയുടെ കെട്ടിട നിർമ്മാണങ്ങളാണോ അതോ സ്മാർട്ട് സിറ്റിയുടെ മൊത്തത്തിലുള്ള സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് റോഡൊക്കെ ഉണ്ട്. അങ്ങനെ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങൾ മൊത്തത്തിലാണോ ഫോറൻസിക് പരിശോധന നടത്താൻ? ഫോറൻസിക് പരിശോധനയിൽ ഏതൊക്കെ കാര്യങ്ങൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ഉണ്ട്. ഈ പാളയം മാർക്കറ്റ് 3 വർഷമായിട്ട് ഒരേ വ്യക്തി 2023 കൊടുത്താലേ ഉപയോഗിച്ച് ക്യാൻസൽ കൊടുത്തുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ ഇ ഡി ആക്രമിച്ച കേസിലെ പ്രതിയും കൂടെയാണ് വിദേശ കമ്പനി പറയുന്നത്. ഞങ്ങളിപ്പോ കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെന്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയറുടെ ഈ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കടൽ പോലെ കിടക്കുന്നത് കൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നോൺ ടാക്സിനൊക്കെ തന്നെ ഇത് എവിടേക്കാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് രേഖകളൊക്കെ കുറേ ഓൺലൈനിലുണ്ട്, കുറേ രേഖകൾ ഫിസിക്കലാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിൻ്റെ സമയമെടുക്കും. പക്ഷേ ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം, ചില ലേലങ്ങൾ ഒന്നുകൂടി പുനഃക്രമീകരിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരുന്നത്. 120% വർധനയാണ് ഒരു ലേലത്തിൽ കിട്ടിയത്. 120% വർധന. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. കുറച്ചുകൂടി എത്താൻ ശേഷം അതുപോലെ ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാനും ആ സ്മാർട്ട് സിറ്റി യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും ആവശ്യം, രേഖാമൂലം ആവശ്യം. ഡെപ്യൂട്ടി മേയറേയും പ്രതിചേർത്തുകൊണ്ട് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കേസൊക്കെ മേയറാവുന്നതിന് മുമ്പ് സ്ഥാനം കഴിഞ്ഞാലും കേസൊക്കെ കോടതിയിൽ വേറെ അതുപോലെ തന്നെ ഈ പരസ്യ ബോർഡുകൾ പല മുകളിൽ വെച്ചേക്കുന്നിടത്തെല്ലാം ഈ കോൺക്രീറ്റ് ഒക്കെ ഇളകി വീഴാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ എന്തെങ്കിലും നടപടി കോർപ്പറേഷൻ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പഴക്കമുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് തിരുവനന്തപുരം പട്ടണത്തിൽ. എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. കോഴിക്കോട് പട്ടണം എടുത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശം കൊടുത്തു നോക്കാം. കൂടുതൽ പരിശോധന ആവശ്യമില്ല. നേരത്തെ നിശ്ചയിച്ച അജണ്ട ഇന്നലെ പോയത് അജണ്ട കൊടുത്തല്ലോ. ഇന്നത്തെ കൗൺസിൽ യോഗം അത് വളരെ മുമ്പ് പറഞ്ഞു അജണ്ട കൊടുത്തല്ലോ. തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭരണസ്തംഭനമാണ് നിലവിലുള്ളതെന്നാണ് UDF പറയുന്നത്. പ്രത്യേകിച്ച് ശബരിനാഥ് അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ 27 ഈ വരുന്ന തിങ്കളാഴ്ച ഒരു സമര പരിപാടികൾക്ക് കോർപ്പറേഷൻ തന്നെ സമര പരിപാടികൾക്കൊക്കെ അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ UDF നേതൃത്വം നടത്തുന്നു. സമരം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു. ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ശബരിനാഥ് സമരം ചെയ്യുന്ന 6 മാസം എല്ലാവരും കോർപ്പറേറ്റ് സമരം ചെയ്യും.
ഞാൻ സമരം ചെയ്തവരോട് ഇപ്പോൾ ഉള്ള സമരം ചെയ്തിട്ടുണ്ട് ഈ കോർപ്പറേഷൻ. സമരമൊക്കെ ജനാധിപത്യപരമായുള്ള എല്ലാ സമരങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുക. പിന്നെ മുനിസിപ്പൽ ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും, അവിശ്വാസമാവട്ടെ ഏത് കാര്യങ്ങളും ഓഫ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെയും ബഹുമാനിക്കും. നേരെ സംസാരിച്ചെന്നറിയില്ല, പുറത്തു പോയതുകൊണ്ടാണ് രാജിവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ വീടിനത്തെ കേസ് പറഞ്ഞിരുന്നല്ലോ, ആ ഫ്ലാറ്റ് സമുച്ചയം പൂർണ്ണമായും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണോ? അതിന് ചെലവ് എത്ര രൂപയായിരുന്നു? അതൊക്കെ തന്നെ 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തതായിട്ടാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ആ രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫിഗറിലൊക്കെ കൃത്യമായിട്ട് പറയാം. എന്തായാലും ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഏൽപ്പിക്കുമ്പോഴേക്കും ഈ ഘടകങ്ങളൊക്കെ തന്നെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാതെ ഏൽപ്പിക്കുന്നു, അതുണ്ടാകും. പക്ഷെ അത്ര തുക ചിലവാക്കിയതായിട്ടുള്ള വിവരങ്ങൾ കാണുന്നു. അത് എടുത്ത 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്താൽ കാണുന്നു. കൂടുതൽ രേഖകൾ അടുത്ത ഘട്ടത്തിൽ മറ്റൊരു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മുടെ കമലേശ്വരത്തുള്ള ഒരു ഹോൾ ഉണ്ടല്ലോ, അതിന്റെമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ടായിട്ടുണ്ടോ? അത് ഈ കൗൺസിൽ യോഗത്തിൽ പരിഗണിക്കുന്നു. സെക്രട്ടറി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി റിപ്പോർട്ട്. ഈ 29-ാം തീയതി അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിലേ ഇവരിപ്പോൾ സുഗത ജയിലിലാണ്. ആ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സേഫായ ഒരു അക്ഷരയിലാണ്. 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ, 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെന്റ് മുന്നിലുള്ള ലക്ഷ്യം, അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞുകഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിരുവനന്തപുരം, അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ശക്തമായിട്ട്. ഈ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ചയില്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻഡോർ മോഡല് നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പല സ്ഥലത്തും പ്രോപ്പറായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെ നടക്കുന്നില്ല. അതിനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു നോൺ ബൈൻഡിങ് MOU BPCL-ലുമായിട്ട് സൈൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും ഉണ്ട്. അതായത് പല സംസ്ഥാനങ്ങളിലും പ്ലാൻ ചെയ്യുക BPCL-ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ വിജയകരമാണ്. BPCL-ന്റെ നാഷണൽ ലെവൽ ലീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ തന്നെ കോർപ്പറേഷനിലെത്തി ഒന്നിൽ കൂടുതൽ തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. നോൺ ബൈൻഡിങ് MOU ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4-5 മാസം ഇക്കാര്യങ്ങളിലൂടെ തയ്യാറെടുപ്പുകളായി. നമുക്കിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? വിളപ്പിൽച്ചാല. വിളപ്പിൽച്ചാല അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഈ പദ്ധതിയുമായി പോകാൻ വേണ്ടി പരിമിതിയുണ്ട്. അന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമില്ല, അവിടുത്തെ ജനങ്ങൾ നല്ല സഹകരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി, BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൽഹിയിൽ ചില കാര്യങ്ങളിൽ ഇടപെട്ടു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് BPCL തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തുകയും ചർച്ച നടത്തുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി അതിൻ്റെ ഫോളോ അപ്പ്. അതിൻ്റെ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ തെരുവ് നായ്ക്കളുടെ കാര്യം 1 വർഷത്തിനകം പരിഹരിക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്നലെയാണ് 6 മാസത്തായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പരമാവധി അന്നത്തെ ദിവസം, അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസവും അതിനെ നമ്മൾ ക്ഷണിക്കും. പിടിക്കുന്ന ഒരു തെരുവ് നായയും ABC കഴിഞ്ഞ് പുറത്തു വിടും. ഇത് എല്ലാവരോടും മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അന്ന് 22 എണ്ണത്തിന് ഓരോ ദിവസവും പിടിക്കുന്ന തെരുനായ്ക്കളുടെ റിപ്പോർട്ടുണ്ട്. എല്ലാ തെരുനായ്ക്കളെയും ഹെൽത്തിയാണ്. അപ്പം ഞങ്ങൾ 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് തന്നെ പരിഹരിച്ച് തുടങ്ങി. ഈ തെരുനായ്ക്കളുടെ ബുദ്ധിമുട്ട് ഇപ്പോൾ ആശുപത്രികൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മ്യൂസിയങ്ങളുടെ സ്ഥലത്താണ് കളക്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 വാർഡുകളിൽ നിന്നും അവിടെ പേ വിഷ ബാധ ഏറ്റ 2 തെരുനായ്ക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ പോയിട്ട് പിടിക്കും. അപ്പം നഗരത്തിലെ ജനങ്ങൾ അക്കാര്യത്തിൽ ഒരു ആശ്വാസത്തിലേക്ക് വരികയാണ്. പൂർണ്ണമായിട്ട് പരിഹരിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആശ്വാസത്തിലേക്ക് വരിക. ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സന്തോഷത്തോടെ പറയുക, നിങ്ങളുടെ അറിവിലും ഞങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന സ്ഥലങ്ങളിൽ അക്രമാരികളായ തെരുവുനായ്ക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ സ്ക്വാഡിനെ അയക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രിപ്പയർഡാണ്. ഞങ്ങൾ 6 മാസം കൊണ്ട് അവിടെ എത്തിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും പരിഹരിക്കുവാനുള്ള ഒരു കോൺക്ലേവ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ ആലോചിച്ചു പദ്ധതി പൂർത്തിയാക്കുന്നതിലേക്ക് പോവുകയാണ്.
അതിൽ ബഹുമാനപ്പെട്ട ഈ ബിജു പ്രഭാകർ, തിരുവനന്തപുരം ജില്ലയുടെ മുൻ കളക്ടർ, അദ്ദേഹം അതിനൊരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ സമ്മതിച്ചു. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നല്ല മാർഗങ്ങൾ അത് അവർ ഈ കോൺക്ലേവിന് മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പ് നടക്കുക. അപ്പോൾ കുടിവെള്ള പ്രശ്നം വെള്ളക്കെട്ട് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് സമയബദ്ധമായി പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ തുടങ്ങുന്നു. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ പൂർണ്ണ സഹകരണവും ഇടപെടലും ആവശ്യമാണ്. കാരണം എന്താണ്, പല ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത് ഇറിഗേഷൻ ഒക്കെ. അപ്പോൾ മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ച് അദ്ദേഹം അതെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ മുരളീധരനുമായിട്ട് സംസാരിച്ചു, ശ്രീ CP ജോണുമായിട്ട് സംസാരിച്ചു, തിരുവനന്തപുരം സഹകരിക്കും. വേസ്റ്റ് മാനേജ്മെന്റ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. അപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുമ്പാകെ വെച്ച 4 കാര്യങ്ങൾ സമയബന്ധിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരുവുനായ ശല്യം പരിഹരിച്ചു തുടങ്ങി. അപ്പൊ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണം സ്തംഭനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇന്ന് അവധി ദിവസമുണ്ട്. ഇതൊക്കെ കോർപ്പറേഷൻ ജീവനക്കാരെ പലരും പുറത്ത് എൻ്റെ മേയറുടെ സെക്ഷൻ പ്രവർത്തിക്കുക. ഞാൻ രാവിലെ 10:30 ഇല്ലേ. ഇന്നലെയും മേയറുടെ ഓഫീസിലുണ്ടായിരുന്നു, ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി വന്നിട്ട് 3 മണിക്ക് ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും 2:30 ആയപ്പോൾ അവിടെ നിന്ന് ചെമ്പഴത്തി ഉദയൻ, പാറ്റൂർ രാധാകൃഷ്ണൻ, കരമന അജിത്ത്, MR ഗോവൻ ഉൾപ്പെടെ അവർ ഇവിടെ അയച്ചിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി കൊടുത്തു. 4 മണിയായപ്പോൾ മേയർ പങ്കെടുത്ത് ചർച്ച ചെയ്ത 2 അജണ്ടകൾ മാറ്റി മേയറിൻ്റെ എത്തി അതിൽ പങ്കെടുത്തു. ഇതിലപ്പുറം വേഗതയും ഏത് തരത്തിൽ പിന്നെ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരുണ്ടാവാൻ ഇവിടെ ആ സമയത്ത് ചർച്ചകൾ പലതും നടക്കുകയാണ്. ജനങ്ങൾ വരികയാണ്. മേയറെ കാണാൻ വേണ്ടി വരുന്ന ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെന്ന് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് ഞാൻ സ്ഥലമെല്ലാം പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ വരുന്നുണ്ട്. ചിലത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വ്യക്തിപരമായിട്ടുണ്ട്, ചിലത് സാധിക്കുന്നതല്ല. അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ അവധിയിരിക്കും ഈ ഓഫീസിൽ ഫംഗ്ഷൻ ചെയ്യാൻ. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഇതിലപ്പുറം എന്താണ് മനുഷ്യ സാധ്യമായിട്ടുള്ളത്? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് രാവിലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യം കുന്നുകൂടുകയാണ്, കൊതുക് വരികയാണ്. അപ്പോൾ ഈ മാലിന്യം നീക്കുന്നതിന് പോലെ കൈയും കാലും മുടിച്ചാൽ അത് കൊതുകിന് മനസ്സിലാവില്ല എന്നാണ്. അല്ല, പക്ഷേ ഞാൻ അതിലൊന്നും കമന്റ് പറയുന്നത്, ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോരുത്തരും പറയുന്നതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, അത് അക്കാര്യങ്ങളെല്ലാം ചെയ്യും. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കുകയാണ്. അതിന് മറുപടി പറയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഈ കോൺഗ്രസിന്റെ കാര്യം നമ്മളോട് ചോദിക്കാം. കഴിഞ്ഞ വട്ടം ഭരണത്തിലേറെ സമയത്ത് നമ്മളൊരു നയരേഖ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഒരു വികസന കോൺക്ലേവ് ഫെബ്രുവരി മാസത്തോടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ നേതൃത്വത്തിൽ. അതിലധികം തുടർ നടപടികളുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞപ്പോഴേക്കും തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സംസ്ഥാന സർക്കാരിന്റെ കൂടി ഇടപെടൽ ഈ വിഷയങ്ങളിൽ വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 19-ാം തീയതി ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസവും തിരുവനന്തപുരത്തുള്ള ദിവസം നേരത്തെ പറഞ്ഞാൽ സമയം നോക്കിയാൽ അതിനനുസരിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞ ആ ദിവസം ബഡ്ജറ്റിന്റെ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിനെ അദ്ദേഹം അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകൾ കോൺടാക്ട് പോയിന്റ് ബഡ്ജറ്റ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. നമ്മൾ ഏതൊക്കെ പറഞ്ഞ ഡേറ്റ് തന്നെ അത് സംഭവിച്ചു. ആ ഡേറ്റ് തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിജു പ്രഭാകരനോട് സംസാരിച്ചു, കെ മുരളീധരനോട് സംസാരിച്ചു. അങ്ങനെ പ്രോസസ് കൊണ്ട് ഇന്നത്തെ ചെയ്യുന്നതിന് വേണ്ടി ചർച്ച ചെയ്തു. ആ കോൺഗ്രസ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പൂർണ്ണ സമയം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു. ഡേറ്റ് തീരുമാനിച്ചു. ഒരു 1-2 മന്ത്രിമാരുടെ കൂടെ CM-ന്റെ ടെൻഡേറ്റീവായിട്ടുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട്. കാര്യം ഞങ്ങളതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരൊറ്റ പ്ലാനായിരിക്കും. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുതൽ കൗൺസിലർക്ക് വരെയുള്ള ഒറ്റ പ്ലാനായിരിക്കും. വെള്ളക്കെട്ട് പരിഹരിക്കുന്നവർക്ക് ഒരു പ്ലാനായിരിക്കും. ഇപ്പൊ പലപ്പോഴും സംസാരിക്കുമ്പോൾ കോർപ്പറേഷൻ്റെ ഒരു പ്ലാനുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേറൊരു പ്ലാനുണ്ട്, PWD മറ്റൊരു പ്ലാനുണ്ട്. അത് നടപ്പിലാക്കുമ്പോൾ പണം നമുക്ക് ചിലവാകും, പ്രശ്നം പരിഹരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ കോൺക്ലേവിലൂടെ ഇതെത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ മേൽനോട്ടത്തിൽ കാര്യം ചെയ്യണമെന്ന് പ്രതിപക്ഷത്തെ കൃത്യമായി മറ്റെല്ലാ കൗൺസിലർമാർക്കും കൃത്യമായി പ്രതിപക്ഷം ഇന്നലെ പറഞ്ഞത് അവർക്ക് ഈ സമയം, അതായത് 4:00-ക്കാണ് സെക്രട്ടറി പറഞ്ഞത്. ആ 4:00-ക്ക് തന്നെയാണ് വാട്സപ്പിൽ അവർക്ക് സന്ദേശം വിടുന്നത്. അങ്ങനെയല്ല അത് വിളിക്കേണ്ടത് ചട്ടപ്രകാരം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഏത് ചട്ടമാണ് തന്നെ പറഞ്ഞത്? ഏത് ചട്ടം എനിക്കറിയില്ല. അല്ല, അത് എനിക്ക് തോന്നി 4:00-ക്ക് കിട്ടിയ ആളിന്റെ റേഞ്ച് എന്തെങ്കിലും പ്രശ്നം. കാരണം ഈ 3 മണിക്ക് കിട്ടിയൊരു
ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ആളിനായിരുന്നു തീർക്കുന്നത്. രേഖാമൂലം അറിയിപ്പ് കൊടുക്കേണ്ടതല്ലേ? രേഖാമൂലം കൊടുത്തത് വാട്സപ്പിലാണോ രേഖാമൂലം? അല്ല, മെയിൽ ചെയ്യും. ഞങ്ങൾക്ക് കോടതിയുടെ വിധി വന്ന് അങ്ങനെയാണ്. കൗൺസിൽ പാർട്ടി ലീഡേഴ്സിന് മെയിൽ ചെയ്യും. പിന്നെ രേഖാമൂലം അത് നിർബന്ധമായും അറിയിക്കേണ്ടത് ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു. അവരുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് അത് തന്നു. അവരെ രേഖാമൂലം അറിയിച്ചു. റിസീവ്ഡ് കോപ്പിയും വാങ്ങിയിട്ടുണ്ട്. അവരെയാണ് നിർബന്ധമായിട്ടും അറിയിക്കുന്നത്. കളക്ടറെ ഗവൺമെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ലാ കളക്ടറെ കമ്മ്യൂണിക്കേറ്റ് ഈ ഒരുപാട് പോയി. തിരുവനായപ്പെടുത്തി പറഞ്ഞ സുപ്രീം കോടതി ഭരണാധികാരി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പരാതി. അല്ല, അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യം. അതൊക്കെ അത് വിശകലനം ചെയ്യേണ്ട പാർട്ടി വിശകലനം ചെയ്തിട്ട് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടി. സർട്ടിഫൈഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് പെർമനന്റ് സംവിധാനത്തിൽ ചെയ്യണം. അക്കാര്യങ്ങൾ 100% മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറഞ്ഞില്ല. കാല് കുറച്ച് പെയിനുണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു, പൊട്ടലില്ല. കാലിൽ പൊട്ടൽ, അവിടെ കുറച്ച് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ 2 ദിവസം കൂടെ മെഡിസിൻ ഡെപ്യൂട്ടി മേയറുടെ ഒരു വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കുറച്ച് സഫോക്കേഷൻ ഉണ്ട്. പക്ഷേ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. രാവിലെ വിളിച്ചിട്ടുണ്ട്. എല്ലാം മാനേജ്. ഞാൻ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് പറയാം. സമരം ജനാധിപത്യത്തിൽ സ്വാഗതാർഹം. ജനാധിപത്യം ചടുലമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞ വാർത്തകൾ. സമരങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിലാണ്. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർ വരുന്ന സ്ഥാപനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സമയത്ത് കൗൺസിലർമാർ ഇപ്പോൾ ഇതിനകത്ത് പ്രകടനം നടത്താറുണ്ട്, ധർണ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാം. ഞങ്ങൾ ചെയ്യും. പക്ഷേ കടന്നു വരുന്ന ഈ ഡോറിന്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് വരും. ഞങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്യും. പക്ഷേ ഈ ഡോറിന്റെ മുന്നിൽ തന്നെ ചേർത്തിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുന്നു. ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്ന മുറികൾ അതിനകത്തേക്കും പുറത്തേക്കും കടക്കുവാനുള്ള സാഹചര്യം തടസ്സപ്പെടും. സമരം, എല്ലാ സമരത്തെയും ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും എല്ലാ സമരത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഓരോ പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സമരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കും. മേയർ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലേ കൂടെ കയറിക്കൊള്ളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരം അനുവദിക്കാൻ സാധിക്കില്ല. സമരം ചെയ്യുന്നവരോട് കോർപ്പറേഷന്റെ വസ്തുവകകൾ നശിപ്പിക്കും. ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തെ നല്ല സമരങ്ങൾ ചെയ്തു. ഒരു കടലാസ് പോലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ 30 ദിവസത്തോടെ സത്യാഗ്രഹം. ഒരു പൊതുമുതലും ഞങ്ങൾ നശിപ്പിച്ചു. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നു. ദിവസവും ഏറ്റവും ചുരുങ്ങിയ 200 മുതൽ 280 പേർ വരെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേയറെ കാണാനുണ്ട് വരും. ഏറെക്കുറെ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മാസം ഒരു 6000-7000 പേര് കാണാൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമുണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ, അവരൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന ദൂരം പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ തടസ്സപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുടിവെള്ളം പലയിടത്തും കിട്ടുന്നില്ല. ടാങ്കർ അതാ സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇനി ഏതൊക്കെ വേറെ കാര്യം പറയാം, ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങളിവിടെ വരും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുണ്ടാകും. അത് അത്തരത്തിൽ അറിഞ്ഞ് പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് അവരുടെ പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ട് അവരുടെ പാർട്ടിയിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പിടിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മെഷീനറി ഫംഗ്ഷൻ ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അംഗം പറയട്ടെ, ഞങ്ങളുടെ വാർഡിൽ ഒരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ചെയ്തില്ല എന്നാരെങ്കിലും പറയട്ടെ. സാധ്യമായിട്ടല്ലേ? അവിടെ സമരങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. കോർപ്പറേഷന്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കും. അതാ രാഷ്ട്രീയ പാർട്ടി. അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷൻ ബിൽഡിംഗ്, അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ അവരെ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ്
ഫോഴ്സ് ആയിരിക്കില്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന ടി വി ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സൗകര്യത്തിനൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളതും തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾ ഫോഴ്സ് അവരെല്ലാം രാഷ്ട്രീയ നേതാക്കളാണ്, അവർക്ക് കാണുകയും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്ന അവസരം. അതുപോലെ ഇന്നലെ ശിവൻകുട്ടി ഒരു പ്രസ്താവന വന്നു, മേയർ ഒരു ഗുണ്ടയാണ്. പലപ്പോഴും ശിവൻകുട്ടി കടന്ന് ആക്രമിക്കുന്നുണ്ട് മേയറെ. കാലാകാലങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ശിവൻകുട്ടിയാണ്. എനിക്കത് ആക്രമണം, എനിക്കത് കോമഡിയായിട്ട് തോന്നി. ഞാനത് വളരെ മുമ്പ് തന്നെ ആ മറുപടി പറയട്ടെ. ഞാൻ പറയാൻ അദ്ദേഹത്തിന് ഞാനത് മന്ത്രിയായിട്ട് പോയപ്പോൾ മറുപടി പറയാം. മേയറുടെ ഓഫീസിൽ കാരണം ആയുധം ഇരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിൽ അദ്ദേഹം പറയുന്നത് ഇന്നുണ്ട്. ഞാൻ അത് മന്ത്രിയായ സമയത്ത് തന്നെ മറുപടി പറയാം. അതെനിക്ക് മാത്രമല്ല, സമൂഹത്തിന് മുഴുവൻ തന്നെയാണ്. അതുകൊണ്ടാണ് എന്തൊക്കെ പറയാൻ മറുപടി അതേ തന്നെ പറഞ്ഞു. കൗൺസിൽ സുഗതന്റെ ഇതിനകത്ത് എന്താണ് പൂർണ്ണമായ തീരുമാനം കോടതിയാണ്. കോടതിയെ സമീപിക്കാൻ തീരുമാനം. കോടതി നമ്മളെന്ത് തീരുമാനം എടുത്താലും കോടതി മുമ്പാണ് ലക്ഷ്യം. കാപ്പ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കൊടുക്കും. സ്വാഭാവികം സംസ്ഥാന സർക്കാരിന്റെ കളക്ടർ, ജില്ലാ കളക്ടർ, IPS ഓഫീസറുടെ എടുത്ത തീരുമാനം സംസ്ഥാന സർക്കാർ തെറ്റാണ് പറയുന്നത്. സ്വാഭാവികമാണ് കൊടുക്കുന്നത്. അതൊക്കെ അവർ പ്രതീക്ഷിച്ചതാണ്. തീർച്ചയായിട്ടും കോടതിയിൽ സാധ്യമായ എല്ലാ പരിശ്രമവും കോടതിയിൽ സമീപിക്കാൻ സാധിക്കും. അതാണ് അതിനുള്ള എല്ലാ എന്തൊക്കെയാണോ നിയമപരമായിട്ട് അത് പാർട്ടി നടത്തുന്നുണ്ട്, കൗൺസിൽ നടത്തും. പെരുന്താന്തി കൗൺസിൽ ദീപെ ആക്രമിച്ചായിട്ട് ഒരു വീഡിയോയിൽ വന്നായിരുന്നു. പെരുന്താന്തി കൗൺസിൽ ദീപെ അപ്പോൾ അത് കേസ് കൊടുത്തായിരുന്നു ദീപ. അങ്ങനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ മൊഴിയെടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് എടുത്ത് FIR എങ്ങനെ എടുത്തിട്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല. കേസിൽ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി മൊഴിയെടുത്തുകൊള്ളവരാണ് അവരൊക്കെ. ഓക്കെ, പ്രധാനമായിട്ടും സ്മാർട്ട് സിറ്റിയും കുഞ്ഞവുമാണ് ഫോറൻസിക് ഓഡിറ്റ് ഇന്ത്യൻ കോളേജ് തന്നെ.